വർഷം 1913. കൊച്ചി കായലിൽ മീൻ പിടിക്കുകയും തോണി തുഴയുകയും മണ്ണിൽ പണിയെടുക്കുകയും ചെയ്ത അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ പുലയ സഭയുടെ സമ്മേളനം നടത്താൻ കൊച്ചിയിലെ മൈതാനം നൽകണം എന്ന അപേക്ഷ നൽകി. വള്ളം തുഴയുന്നവനും മീൻ പിടിക്കുന്നവനുമൊന്നും സമ്മേളനം നടത്താൻ മൈതാനങ്ങൾ കൊച്ചിയിലില്ല എന്ന് പറഞ്ഞ അധികാരികൾ അവരെ ആട്ടിപ്പായിച്ചു. മറ്റേതു മനുഷ്യരെയും പോലെ നിവർന്നു നിന്ന് സംസാരിക്കാൻ നമുക്കും അവകാശമുണ്ടെന്ന് ആവർത്തിച്ച പുലയ മഹാസഭയുടെ നേതാവ് പണ്ഡിറ്റ് കറുപ്പൻ മരിച്ചു വീണാലും തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് നടന്നത് ചരിത്രമാണ്. ചെറുവള്ളങ്ങളും ചങ്ങാടങ്ങളും കൂട്ടിക്കെട്ടി നടുക്കായലിൽ ഉലയാത്തൊരു വേദിയും സദസ്സും പണ്ഡിറ്റ് കറുപ്പൻ പുലയ സമ്മേളനത്തിനു വേണ്ടി പണിതു. അന്ന് കൊച്ചി കായലിൽ മനുഷ്യർ തല ഉയർത്തി നിന്നു. ആ ചെറുത്തുനിൽപ്പിനെ കാലം കായൽ സമ്മേളനം എന്ന് വിളിച്ചു. ഇന്ന് 100 വർഷങ്ങൾക്കിപ്പുറം മനുഷ്യർ ഒന്നാണെന്ന് വിളിച്ചു പറയുന്ന മനോരമ ഹോർത്തൂസ് എന്ന മറ്റൊരു സമ്മേളനം ഈ കായൽ തീരത്ത് നടക്കും. ചരിത്രം ഘനീഭവിച്ച ഈ കായൽ തീരത്തു കാണാം. നമുക്ക് മനോരമ ഹോർത്തൂസിൽ കാണാം. സമസൃഷ്ടിയെ ദൈവം നോക്കിയിരിപ്പില്ലേ യോഗ പെണ്ണെ, തീണ്ടൽ ധിക്കാരമല്ലയോ ജ്ഞാന പെണ്ണെ. നമുക്ക് ചരിത്രം ഘനീഭവിച്ച ഈ കായൽ തീരത്തു കാണാം. നമുക്ക് മനോരമ ഹോർത്തൂസിൽ കാണാം. ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കും. ഇത് നമ്മളിപ്പോൾ ആരാണ് കാണുന്നത്? മഹാൻ നടൻ സത്യനെയാണ്. അത് നമ്മൾ കണ്ടിങ്ങനെ വരുമ്പോൾ അതേക്കോ നോക്കി മമ്മൂട്ടിയിലേക്ക് മാറുകയാണ് ആ സത്യൻ. മഹാനടൻ സത്യനിൽ നിന്ന് മമ്മൂട്ടിയിലേക്കും, ഇത് മഹാനടൻ മമ്മൂട്ടിയിൽ നിന്ന് നോക്കണം സത്യനിലേക്ക് മാറുകയാണ്.